കുടുംബത്തിലെ ഓരോ അംഗത്തെയും വ്യക്തിപരമായി രക്ഷിക്കുന്ന യേശു. അരവിന്ദാക്ഷമേനോൻ പറയുന്നു, യേശുവിനെ അറിയാതെ ആരും ദൈവത്തെ അറിയുന്നില്ല എന്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബ്രാഹ്മണ പണ്ഡിതൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് അരവിന്ദാക്ഷമേനോൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. ആ ദിവസം താൻ ഒരിക്കലും മറക്കില്ല. 1992 ജൂൺ 27 ആയിരുന്നു അന്ന്. രാത്രി ജീവിതത്തിൽ ആദ്യമായി സവർണ ഹൈന്ദവനായ താൻ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു. തനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു. സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലാനും അറിയില്ലായിരുന്നു. 18 വർഷം തൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചിട്ടും തന്നെ കേൾക്കെ പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് യേശുവെ എന്നെ കൈക്കൊള്ളണമേ, എന്നെ രക്ഷിക്കണമേ എന്നൊക്കെ അരവിന്ദാക്ഷമേനോൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം അരവിന്ദാക്ഷമേനോൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ ഭാര്യ ഇതറിയരുത്. 18 വർഷം അവൾ പറഞ്ഞിട്ട് താൻ ചെയ്യാതിരുന്ന കാര്യം ഇപ്പോൾ താൻ സ്വയം ചെയ്യുന്നത് അവൾ അറിയരുത് എന്ന് കരുതി വളരെ രഹസ്യമായി അരവിന്ദാക്ഷമേനോൻ പ്രാർത്ഥിച്ചു. കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. അദ്ദേഹം കിടന്നു കഴിഞ്ഞപ്പോൾ അതുവരെ തൻ്റെ സമീപത്ത് കിടന്ന് ശാന്തമായി ഉറങ്ങുകയാണെന്ന് താൻ വിചാരിച്ചിരുന്ന തൻ്റെ ഭാര്യ എഴുന്നേറ്റു. അവൾ ഉറങ്ങുകയായിരുന്നില്ല, തന്നെ ശ്രദ്ധിച്ച് കിടക്കുകയായിരുന്നു. അവൾ അടുത്ത മുറിയിലേക്ക് പോയി. അവിടെ അവൾ പ്രാർത്ഥനയ്ക്ക് വച്ചിരുന്ന ഒരു ചെറിയ മരക്കുരിശുണ്ടായിരുന്നു. മുമ്പ് താൻ പറഞ്ഞതുപോലെ അവളുടെ കൂടെ പഠിച്ച ഏതോ ഒരു പെൺകുട്ടി കന്യാസ്ത്രീയായി റോമിലേക്ക് പോയി മടങ്ങി വന്നപ്പോൾ അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തതാണ്. മാർപ്പാപ്പ വെഞ്ചിരിച്ചതാണ് എന്ന് പറഞ്ഞ് ഒരു കുരിശ്. ആ കുരിശിൻ്റെ മുന്നിൽ മെഴുകുതിരികളെല്ലാം കത്തിച്ചു വെച്ച് മുട്ടിന്മേൽ നിന്ന് കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയെ ഒഴുക്കിക്കൊണ്ട് അവൾ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. ആ സ്തുതിപ്പിൻ്റെ അർത്ഥം തനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. കഴിഞ്ഞ 18 വർഷമായി ഈ പാവം സ്ത്രീ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലപ്രാപ്തിയുടെ നിമിഷങ്ങളിൽ അവൾ എന്തിനാണ് കർത്താവിനെ സ്തുതിക്കുന്നതെന്ന് അറിയാൻ ജോത്സ്യൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല. അത് തനിക്ക് മനസ്സിലായി. പിന്നീട് അദ്ദേഹത്തിന് അടങ്ങിക്കിടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എഴുന്നേറ്റ് പോയി തൻ്റെ ഭാര്യയുടെ അടുത്ത് വലത്തുഭാഗത്ത് മുട്ടുകുത്തി. കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് അവർ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. തൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ കുടുംബ പ്രാർത്ഥനയായിരുന്നു അത്. ഈ പ്രാർത്ഥനയുടെ ഫലം മറുപടി ഒരു കുടുംബത്തിൻ്റെ ആകെ രക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെ കഥയാണ്. യേശുവിലുള്ള വിശ്വാസം സ്വീകരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് അറിഞ്ഞ ഒരു കുടുംബ സുഹൃത്തിൻ്റെ പ്രേരണയ്ക്കും നിർബന്ധത്തിനും വഴങ്ങി അദ്ദേഹം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു. ധ്യാനത്തിൻ്റെ അവസാന ദിവസം വെള്ളിയാഴ്ച, അന്നുവരെ തനിക്ക് തികച്ചും അപരിചിതനായിരുന്ന ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ അന്നു മുതൽ തൻ്റെ ആധ്യാത്മിക ഗുരുനാഥനും ആധ്യാത്മിക പിതാവുമായ പനക്കലച്ചൻ പേര് പറഞ്ഞു വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അന്നു മുതൽ മരണം വരെ വർഷങ്ങളോളം അദ്ദേഹം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കർത്താവിന് സാക്ഷിയായി വചനം പ്രസംഗിച്ചു. ദൈവത്തിൻ്റെ വചനപ്രഘോഷകനായി ദൈവശുശ്രൂഷ ചെയ്തു. ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും എന്ന കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിനകത്തും പുറത്തും ഇടവക ദേവാലയങ്ങളിലെ ധ്യാനങ്ങളും കൺവെൻഷനുകളും നയിച്ചുകൊണ്ട് അദ്ദേഹം ദൈവശുശ്രൂഷ ചെയ്തു. ഒട്ടേറെ വർഷങ്ങളായി ഇന്ത്യക്ക് വെളിയിൽ വിദേശ രാജ്യങ്ങളിൽ യേശുവിന് സാക്ഷിയായി ദൈവത്തിൻ്റെ വചനപ്രഘോഷകനായി അദ്ദേഹം സഞ്ചരിച്ചു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31 നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അക്കാര്യം അദ്ദേഹത്തിന് ബോധ്യമായി, അദ്ദേഹത്തിന് വിശ്വാസമായി. അദ്ദേഹം കർത്താവായ യേശുവിൽ വിശ്വസിച്ചു. താൻ രക്ഷ പ്രാപിക്കുമ്പോൾ സ്വാഭാവികമായി തൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ദൈവം പൂർണ്ണ വിശ്വസ്തയോടെ വാഗ്ദാനം പാലിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ദൈവം മറ്റൊരു ബോധ്യവും കൂടിയും അദ്ദേഹത്തിന് കൊടുത്തു. ദൈവം വാഗ്ദാനം പാലിക്കുന്നത് അക്ഷരാർത്ഥത്തിലാണ്. നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീയും നിൻ്റെ കുടുംബത്തിലെ ഓരോ അംഗവും രക്ഷ പ്രാപിക്കും ആണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ രണ്ടാമത്തെ അംഗം
അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ 10ാം ക്ലാസ് 2 പ്രാവശ്യം എഴുതി തോറ്റതാണ്. അവളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് സൂര്യന് താഴെ ഒരു ജോലിക്കും അവൾക്ക് അർഹതയില്ല, ഒരു ജോലിക്കും പോയിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയായി വെറുമൊരു വീട്ടമ്മയായി കഴിഞ്ഞവൾ അദ്ദേഹത്തിൻ്റെ ജോലിയും വരുമാനവും നഷ്ടപ്പെട്ട സമയത്ത് ആരോ പറഞ്ഞ് പ്രേരിപ്പിച്ച് അവൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഒരു ഏജൻസി എടുത്തു. പഠിപ്പും പ്രാപ്തിയുമില്ലാതെ ഫലപ്രദമായി ആ ജോലി ചെയ്യാൻ അവൾക്ക് കഴിയില്ല. അവൾ പ്രതീക്ഷിച്ചത് അവളുടെ പേരിൽ ഞാൻ ആ ജോലി ചെയ്തു കൊള്ളുമെന്നാണ്. പക്ഷേ താൻ ആ ജോലി ചെയ്തില്ല. തൻ്റെ ജോലിയും പദവിയും ഉപയോഗിച്ച് താൻ സമ്പാദിച്ച തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പോയി തൻ്റെ ജോലിയും വരുമാനവും ഒക്കെ പോയി എന്നെ സഹായിക്കണം, ഇൻഷുറൻസിലൊരു പോളിസി എടുക്കണം എന്നപേക്ഷിക്കാൻ തൻ്റെ അഭിമാനം സമ്മതിച്ചില്ല. അതുകൊണ്ട് താൻ ആ ജോലി ചെയ്തില്ല. ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം 6 വർഷം അവർ ജീവിച്ചത് തങ്ങൾക്കുണ്ടായിരുന്ന ഭൗതിക സമ്പത്ത് മുഴുവൻ വിറ്റുകൊണ്ടാണ്. അങ്ങനെ വിറ്റ് ഇനി വിൽക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന ഘട്ടമെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇനി എന്തു ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഇതുവരെ ഇഴഞ്ഞും വലിഞ്ഞും നീങ്ങിയിരുന്ന ഇൻഷുറൻസ് ഏജൻസി തുടരാം, താൻ സഹായിക്കാം എന്ന് വാക്കുകൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ആ ജോലി ചെയ്യാൻ തുടങ്ങി. ആ ജോലിയിൽ നിന്ന് തന്നെ അവരുടെ കുടുംബത്തിന് സുഖമായി ജീവിക്കുന്നതിനാവശ്യമായതിനേക്കാൾ എത്രയോ കൂടുതൽ വരുമാനം ലഭിക്കാൻ തുടങ്ങി. അത് ഈ വിശ്വാസത്തിലേക്ക് വന്നതിൽ പിന്നെയാണ്. കുടുംബത്തിലെ 3ാമത്തെ അംഗം, അതായത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ, കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരാശുപത്രിയിലാണ് ജനിച്ചത്. അന്ന് അവരുടെ താമസം അതിനടുത്ത് തന്നെയായിരുന്നു. അദ്ദേഹം മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, കൂടെ പഠിച്ച ചില പെൺകുട്ടികൾ പിന്നീട് കന്യാസ്ത്രീകളായി. ഇവരിൽ ചിലർ ഈ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കന്യാസ്ത്രീകളാണ് ആ മകളെ വളർത്തിയത്. അവളുടെ ബുദ്ധിയും ഓർമ്മയും ഉറയ്ക്കുന്ന ബാല്യകാലം മുഴുവൻ രോഗികളെ ശുശ്രൂഷിക്കുന്ന കന്യാസ്ത്രീകളെ കണ്ടുകൊണ്ടാണ് അവൾ വളർന്നത്. അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു 92 ഏപ്രിൽ മാസത്തിൽ തങ്ങൾ കുടുംബ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് 2 മാസം മുൻപ് പ്രീ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ മകൾ അദ്ദേഹത്തോട് പറഞ്ഞു, തനിക്ക് നഴ്സിംഗ് പഠിക്കണം, നേഴ്സാകണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിഷ്ടമില്ല, നേഴ്സിൻ്റെ ജോലി നല്ല ജോലിയല്ല, നീ പഠിച്ചാൽ മതി, വേറെ നല്ല ജോലി കിട്ടും. പക്ഷേ അവൾക്ക് വലിയ ആഗ്രഹം, വലിയ നിർബന്ധം. അവൾ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതി. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ BSc നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടാൻ, പക്ഷേ അഡ്മിഷൻ കിട്ടിയില്ല. 78ാമത്തെ റാങ്കിൽ അവൾ എൻട്രൻസ് പരീക്ഷ പാസ്സായി. പക്ഷേ കോഴിക്കോട്ടും കോട്ടയത്തും തിരുവനന്തപുരത്തുമായി ഈ കോഴ്സിന് 75 സീറ്റേ ഉള്ളൂ. അവൾക്ക് പ്രവേശനം കിട്ടിയില്ല. പിന്നീട് 8 മാസങ്ങൾ കഴിഞ്ഞാണ് അവർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുന്നത്. ധ്യാനം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന ഒരു കത്ത് വീട്ടിൽ കിടപ്പുണ്ട്. മകൾക്ക് BSc നഴ്സിംഗിന് പ്രവേശനം നൽകിയിരിക്കുന്നു, ഉടനെ ചേർക്കണം. കോഴ്സ് തുടങ്ങി 8 മാസം കഴിഞ്ഞു. അധ്യയന വർഷം തീരാറായി. വർഷത്തിൻ്റെ അവസാനം പ്രവേശനം നൽകാൻ എന്താണ് കാരണം? അദ്ദേഹം മെഡിക്കൽ കോളേജിൽ പോയി പ്രിൻസിപ്പലിനോട് ചോദിച്ചു. പ്രിൻസിപ്പൽ പറഞ്ഞു, എന്താ കാരണമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഗവൺമെൻറ്റിൽ നിന്നും ഒരു ഓർഡർ വന്നു, 75 സീറ്റ് 80 സീറ്റായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. പ്രിൻസിപ്പലിന് അറിയില്ല എന്താണ് കാരണം, പക്ഷേ എനിക്കറിയാം. കാരണം വീണ്ടെടുക്കുവാൻ ദൈവം തിരുമനസ്സായ കുടുംബത്തിൻ്റെ ഓരോ അംഗവും രക്ഷ പ്രാപിക്കാൻ വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ദൈവമാണ്. മകൾക്ക് ഈ കോഴ്സിന് പ്രവേശനം കിട്ടിയപ്പോഴാണ് തനിക്കൊരു കാര്യം മനസ്സിലായത്. അവളുടെ ഭാവി സുരക്ഷിതമാണ്. അന്നത്തെ സാഹചര്യം അനുസരിച്ച് കോഴ്സ് പൂർത്തിയായാലുടൻ തന്നെ അതേ നഴ്സിംഗ് കോളേജിൽ ട്യൂട്ടറായി നിയമനം, അല്ലെങ്കിൽ വിദേശത്തും ഇന്ത്യയിലുമുള്ള വലിയ ആശുപത്രികളിൽ ജോലി സാധ്യത. 1997 ജനുവരി 31 അവൾ കോഴ്സ് പൂർത്തിയാക്കി. 15 ദിവസത്തിനകം എറണാകുളത്തെ ലൂർദ് ആശുപത്രിയോടനുബന്ധിച്ചുള്ള നഴ്സിംഗ് കോളേജിൽ ജോലി കിട്ടി. തുടർന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹൃദ്രോഗ ആശുപത്രി മദ്രാസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ അവൾ സ്റ്റാഫ് നഴ്സായി നിയമിക്കപ്പെട്ടു. 99 ഏപ്രിൽ 28 അവൾ വിവാഹിതയായി. ജീസസ് യൂത്ത് എന്ന അന്തർദേശീയ ആത്മീയ സംഘടനയുടെ പ്രവർത്തകനും റെക്സ് ബാൻഡ് എന്ന സുവിശേഷ ഗായക സംഘത്തിലെ ഗായകനും സംഗീത സംവിധായകനുമായ ശ്രീ ഹെക്ടർ ലൂയിസാണ് അവളെ വിവാഹം കഴിച്ചത്.
അയാൾ ഷാർജ എന്ന ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന ആളായതുകൊണ്ടും അയാൾക്ക് ഫാമിലി വിസ ഉണ്ടായിരുന്നതുകൊണ്ടും വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ തൻ്റെ മകളും ഗൾഫിലേക്ക് പോയി. മാസങ്ങൾക്കുള്ളിൽ തന്നെ ദുബായ് അൽ റാഷിദ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ലഭിച്ചു. ഭർത്താവിനോടും 2 മക്കളോടുമൊപ്പം അവൾ സന്തോഷവതിയായി ദുബായിൽ ജീവിക്കുന്നു. ഏതാനും നാളുകൾക്കുള്ളിൽ കൂടുതൽ നല്ല ജോലിക്ക് വേണ്ടി അവൾ കുടുംബസമേതം അമേരിക്കയിലേക്ക് പോയി. കുടുംബത്തിലെ അവസാനത്തെ അംഗം എൻ്റെ ഇളയ മകൾ കണക്ക് പഠിക്കാൻ മിടുക്കിയായിരുന്നു. ബാക്കി പല വിഷയങ്ങൾക്കും വളരെ കുറഞ്ഞ മാർക്കാണെങ്കിലും കണക്കിന് എല്ലാ പരീക്ഷയിലും വളരെ ഉയർന്ന മാർക്ക്, പലപ്പോഴും 100-ൽ 100. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് സമയമാകുമ്പോൾ അവളെ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ തൻ്റെ ജോലിയും വരുമാനവും നഷ്ടപ്പെട്ടു പോയപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞുപോയി. അവൾ 7ാം ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നില അമ്പേ തകർന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ ആകെ നിരാശയും ആശങ്കയും ഒക്കെയായി കഴിയുന്ന സമയത്ത് 92 മെയ് മാസത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. 7ാം ക്ലാസ് പൂർത്തിയാക്കിയ കുട്ടികളിൽ നിന്ന് ഒരു പ്രവേശന പരീക്ഷയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു പ്രത്യേക വിദ്യാലയത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് തലം വരെ കമ്പ്യൂട്ടർ സയൻസ് മാത്രം പഠിപ്പിക്കുന്നു. മാത്രമല്ല ഈ കോഴ്സ് പരിപൂർണമായി സൗജന്യമാണ്. അതുമാത്രമല്ല ഈ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്കെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാനവ വിഭവശേഷി വികസന വകുപ്പിൽ ഗസറ്റഡ് റാങ്കിൽ ജോലിയും ഉറപ്പാണ്. വലിയ പ്രതീക്ഷയോടെ അദ്ദേഹത്തിൻ്റെ മകളെ പഠിപ്പിച്ച് ആ പ്രവേശന പരീക്ഷ എഴുതിപ്പിച്ചു. പരീക്ഷയിൽ റാങ്ക് കിട്ടിയാൽ ഭാവി സുരക്ഷിതമായി. പരീക്ഷയിൽ റാങ്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല, തോറ്റുപോയി. 0 മാർക്ക്. ഇപ്പോഴുള്ള പരീക്ഷയൊക്കെ അങ്ങനെയാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും കമ്പ്യൂട്ടർ വാല്യുവേഷനും ശരിയുത്തരങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് തെറ്റിപ്പോയ ഉത്തരങ്ങളുടെ ആകെ മാർക്ക് കുറച്ച് കളയും. അങ്ങനെയാണ് നിയമം. അപ്പോൾ തൻ്റെ മകൾക്ക് കിട്ടിയത് 0 മാർക്ക് കിട്ടിയത് കൊണ്ട് ആ ആഗ്രഹം ഉപേക്ഷിച്ച് ആ കാര്യം മറന്നുപോയി. പിന്നീട് 7 മാസം കൂടി കഴിഞ്ഞാണ് ഡിവൈനിൽ ധ്യാനത്തിൽ പങ്കെടുത്തത്. ധ്യാനം കഴിഞ്ഞ് മടങ്ങിയെത്തിയതിൻ്റെ 4ാം ദിവസം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ഓർഡർ വന്നു. 0 മാർക്ക് കിട്ടിയ നിങ്ങളുടെ മകളെയും തിരഞ്ഞെടുത്തിരിക്കുന്നു, വേഗം കൊണ്ടുവന്ന് ചേർക്കുക. ഇത്തവണ തനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് അധികാരികൾക്ക് തെറ്റുപറ്റിയതായിരിക്കും, ആൾ മാറിപ്പോയതായിരിക്കും എന്ന് തന്നെ വിചാരിച്ചു. എങ്കിലും അദ്ദേഹം സ്ഥാപനത്തിലൊന്ന് പോയി അതിൻ്റെ പ്രിൻസിപ്പലിനെ കണ്ട് ചോദിച്ചു. 0 മാർക്ക് കിട്ടിയ കുട്ടിക്ക് അങ്ങനെ പ്രവേശനം കൊടുത്തു. പ്രിൻസിപ്പൽ പറഞ്ഞു, അത് വലിയൊരു കഥയാണ്. താൻ താമസിക്കുന്ന പുതുപ്പള്ളി എന്ന ഗ്രാമത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ വലിയ സ്ഥാപനം പുതുപ്പള്ളി പഞ്ചായത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി അവസാനം സ്ഥലവും കെട്ടിടവും ഒക്കെ ദാനമായി കൊടുത്തത് പുതുപ്പള്ളി പഞ്ചായത്താണ്. എന്നാൽ പ്രവേശന പരീക്ഷ നടത്തി കുട്ടികളെ തിരഞ്ഞെടുത്തപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഒരു കുട്ടിക്ക് പോലും അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ പഞ്ചായത്ത് പറഞ്ഞു, അത് പാടില്ല, സ്ഥലവും കെട്ടിടവും ഒക്കെ ദാനമായി നൽകിയത് പഞ്ചായത്താണ്. അതുകൊണ്ട് പുതുപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് കുറച്ച് കുട്ടികളെ കൂടി എടുക്കണം. ഒരു ന്യായവുമില്ല, നിയമവുമില്ല അങ്ങനെ പറയാൻ. പരീക്ഷ നടത്തിയാണ് അർഹരായവരെ തിരഞ്ഞെടുത്തത്. പക്ഷേ പഞ്ചായത്ത് ജനകീയ സമിതിയാണ്. അവർ നിവേദനം തയ്യാറാക്കി. ആ നിവേദനവും കൊണ്ട് MLA, അന്ന് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെയായ ഉമ്മൻചാണ്ടി ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രിയെ കണ്ട് ശുപാർശ ചെയ്ത് അവസാനം അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിന് വഴങ്ങി കേന്ദ്രമന്ത്രി ഓർഡർ കൊടുത്തു. ഈ പ്രാവശ്യം മാത്രം ഇനിയില്ല, ഈ പ്രാവശ്യം മാത്രം പുതുപ്പള്ളി പഞ്ചായത്തിൽ നിന്നും 10 കുട്ടികളെ കൂടി എടുത്തുകൊള്ളുവാൻ. ഓർഡർ കിട്ടിയപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിൻസിപ്പൽ പഴയ റാങ്ക് ലിസ്റ്റ് എടുത്തു. പുതുപ്പള്ളി പഞ്ചായത്തിൽ നിന്നും പരീക്ഷ എഴുതിയവരിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ 10 പേരെ തിരഞ്ഞെടുക്കണം. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, പുതുപ്പള്ളി പഞ്ചായത്തിൽ നിന്നും ആകെ 10 പേരെ പരീക്ഷ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ 10ാമത്തെ ആളായി തൻ്റെ മകൾക്കും അഡ്മിഷൻ കൊടുത്തു. പ്രവേശന പരീക്ഷയിൽ 0 മാർക്ക് വാങ്ങിയ തൻ്റെ മകൾ 72% മാർക്കോടുകൂടി കോഴ്സ് പൂർത്തിയാക്കി അവസാന പരീക്ഷയിൽ വിജയിച്ചു. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഒരു ജർമ്മൻ കമ്പനിയിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായി അവൾക്ക് ജോലിയും ലഭിച്ചു. 2004 ഒക്ടോബർ 20 അവളും വിവാഹിതയായി. അവളെ വിവാഹം കഴിച്ച ശ്രീ അൽഫോൻസും ജീസസ് യൂത്തിലും റെക്സ് ബാൻഡിലും ഗായകനും സംഗീത സംവിധായകനുമായി പ്രവർത്തിക്കുന്നു. മലയാള ചലച്ചിത്ര രംഗത്തും സംഗീത സംവിധായകൻ എന്ന നിലയിൽ അയാൾ സ്ഥാനം നേടി. ജലോത്സവം, വെള്ളിത്തിര, മഞ്ഞുപോലെ, ഒരു പെൺകുട്ടി തുടങ്ങിയ ചിത്രങ്ങളുടെ സംഗീത സംവിധാനം,
നിർവഹിച്ചിരിക്കുന്നത് ശ്രീ അൽഫോൻസാണ്. ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചോർത്ത് ദുഃഖിച്ച് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി ഒരു പിതാവ് എന്ന നിലയിൽ താൻ കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ കഴിയാത്തതിലുള്ള ദുഃഖത്തിൽ, നിരാശയിൽ 6 വർഷം അദ്ദേഹം ഉറക്കം വരാതെ കിടന്നിരുന്നു. എന്നാൽ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ കുട്ടികളുടെ ഭാവി മാത്രമല്ല, തൻ്റെ ഭാവി, തൻ്റെ ഭാര്യയുടെ ഭാവി, കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും ഭാവി തൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് തെളിയിച്ചുകൊണ്ട് നീയും കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം പാലിച്ചു. കർത്താവായ യേശു സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷകനാണ്. അവനിലൂടെ നമുക്കെല്ലാം സാധ്യമാണ് എന്ന വലിയ സത്യം നാം തിരിച്ചറിയാൻ വൈകരുത്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തു തന്നെയാകട്ടെ, ദൈവം നമുക്ക് ഉറപ്പ് തരുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ജെറമിയ 23:27.